നമസ്കാരം. ഇന്ത്യയിലെ പ്രമുഖ ഭക്ഷ്യ ഉൽപ്പന്ന കമ്പനിയായ ബ്രിട്ടാനിയ കൊൽക്കത്തയിലെ ഫാക്ടറി അടച്ചുപൂട്ടുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ബ്രിട്ടാനിയയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫാക്ടറിയാണ് നിലവിൽ അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നത്. കൊൽക്കത്തയിലെ തരാതലയിൽ സ്ഥിതി ചെയ്യുന്ന ഫാക്ടറി ഒരു കാലത്ത് നഗരത്തിന്റെ ലാൻഡ്മാർക്കായി അറിയപ്പെട്ടിരുന്ന ഒരു ഇടമാണ്. എന്നാൽ കമ്പനിയുടെ തീരുമാനം ബംഗാളിൽ ഇപ്പോൾ രാഷ്ട്രീയ പോരിലേക്ക് തന്നെയാണ് വഴിവെച്ചിരിക്കുന്നത്. കമ്പനിയുടെ തന്ത്രപരമായ പുനഃക്രമീകരണത്തിന്റെ ഭാഗമായാണ് ഫാക്ടറി അടച്ചുപൂട്ടുന്നത് എന്നാണ് നിലവിൽ ബ്രിട്ടാനിയ നൽകുന്ന വിശദീകരണം. 122 സ്ഥിരം ജീവനക്കാരും 250ഓളം കരാർ ജീവനക്കാരും ഉൾപ്പെടെ 400ഓളം ജീവനക്കാരായിരുന്നു ഫാക്ടറിയെ ആശ്രയിച്ച് ജീവിച്ചു വന്നിരുന്നത്. ഇതിൽ പതിറ്റാണ്ടുകളായി സ്ഥാപനത്തെ ആശ്രയിച്ച് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുമുണ്ട്. സ്വമേധയാ വിരമിക്കുന്ന ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ബ്രിട്ടാനിയ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതിൽ 10 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉള്ള ആളുകൾക്ക് 22 ലക്ഷം രൂപയും 7 വർഷത്തിലധികം സർവീസ് ഉള്ളവർക്ക് 18 ലക്ഷം രൂപയും കമ്പനി നഷ്ടപരിഹാരവും നൽകുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ വ്യവസായ വിരുദ്ധ നടപടികളുടെ ഫലമാണ് ഈ ഫാക്ടറി അടച്ചുപൂട്ടലിലേക്ക് നയിച്ചത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. പ്രധാനമായും BJP തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ബംഗാൾ വ്യവസായ സൗഹൃദമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നാണ് ബംഗാൾ BJP അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ സുകാന്ത മഞ്ജുദാറിന്റെ ആരോപണം. അതേസമയം ഒരു പടി കൂടി കടന്ന് ബംഗാളിലെ ഇടത് സർക്കാരിനെ കൂടി കുറ്റപ്പെടുത്തുകയാണ് BJPയുടെ IT സെൽ മേധാവിയായ അമിത് മാളവ്യ ചെയ്തിരിക്കുന്നത്. എന്നാൽ ബ്രിട്ടാനിയ ഫാക്ടറി അടച്ചുപൂട്ടാനുള്ള കാരണം അവരുടെ മാനേജ്മെന്റ് തലത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്നും അതിന് സർക്കാർ നയങ്ങളൊന്നും തന്നെ കാരണമായിട്ടില്ല എന്നുമാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. നമുക്കറിയാം, ഇടതുപക്ഷം ബംഗാൾ ഭരിച്ചിരുന്ന കാലത്തും ഇങ്ങനെ നിരവധി അടച്ചുപൂട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ടാറ്റയുടെ നാനോ കാർ നിർമ്മാണ യൂണിറ്റ് ഉൾപ്പെടെ അവിടെ അടച്ചുപൂട്ടിയ ചരിത്രവുമുണ്ട്. എന്തായാലും നിലവിൽ ബ്രിട്ടാനിയ കൊൽക്കത്തയിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും പടിയിറങ്ങി പോകുമ്പോൾ തീർച്ചയായും അത് രാഷ്ട്രീയപരമായ ചർച്ചകളിലേക്ക് കൂടി നയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിലവിൽ ഇത് തൃണമൂൽ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് ബംഗാളിലെ BJP നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.